ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിന് ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ചേരും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടാകും. ആദ്യഘട്ടത്തിൽ 195 സ്ഥാനാർത്ഥികളെ ബി.ജെ.പിയും 39 സ്ഥാനാർത്ഥികളെ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി.ജെ.പി കേരളത്തിൽ 4 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. പത്മജ വേണുഗോപാലിനെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കുമോ എന്ന അഭ്യൂഹവും ശക്തമാണ്. പി.ആർ. അരവിന്ദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഈ കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ബി.ജെ.പിക്ക് ഇനി 4 സീറ്റുകൾ കൂടിയുണ്ട്. ആരൊക്കെയാണ് പരിഗണനയിലുള്ളത്? എന്തൊക്കെയാണ് ചർച്ച നടക്കുന്നത്? അജിംസ്, ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ബി.ജെ.പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ആരംഭിക്കുക. നേരത്തെ 195 സ്ഥാനാർത്ഥികളെ ബി.ജെ.പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് 39 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ബി.ജെ.പി 4 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ആദ്യത്തെ പട്ടികയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 4 സീറ്റുകളിൽ പ്രധാനമായും ബി.ജെ.പി പരിഗണിക്കുന്നത് ബി.ജെ.പിയിൽ അടുത്തിടെ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവായ പത്മജ വേണുഗോപാലിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനെ മുൻനിർത്തുവാൻ തന്നെ ബി.ജെ.പി തീരുമാനിച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒഡീഷ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ച ബി.ജെ.പി എൻ.ഡി.എയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളായിരിക്കും പ്രധാനമായും ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ഇന്ന് നടക്കുക. അതേസമയം കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് 39 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി എത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അമേഠിയിലേക്കും എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നടക്കുക. ഇതുകൂടെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് മത്സരരംഗത്ത് ഇറങ്ങണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുമോ എന്നതാണ് പ്രധാനമായും ഇന്ന് നോക്കുന്നത്. 6 മണിയോട് കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ആരംഭിക്കുക. അതേസമയം CPM പോളിറ്റ് ബ്യൂറോ യോഗവും ഇന്ന് 11 മണിയോടുകൂടി ഇപ്പോൾ ഡൽഹി AKG സെന്ററിൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ ചർച്ചാ വിഷയമായി വരിക. ഇതുകൂടാതെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം തെലങ്കാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഒരു സഖ്യത്തിലാകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം ത്രിപുരയിൽ കോൺഗ്രസും CPM ഏകദേശ ചർച്ചകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് ഇത്തവണത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിക്കും. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്ന് നടക്കുക. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് 6 മണിക്കും പോളിറ്റ് ബ്യൂറോ യോഗം 11 മണിക്കുമാണ് ആരംഭിക്കുക. അജിംസ്. ശരി, പി.ആർ. അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.